നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. വായനശാലകളുടെ പേരിൽ ബസ് സ്റ്റോപ്പുകളും സ്ഥലങ്ങളും അറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തുള്ള മാനന്നൂർ എന്ന ഗ്രാമത്തിന്റെ സവിശേഷമായ വായനാ സംസ്കാരത്തെക്കുറിച്ചുള്ള പ്രത്യേക റിപ്പോർട്ട് കാണാം. ഒരു നാടിന്റെ വെളിച്ചമായ വായനശാല കെട്ടിടങ്ങൾ സ്ഥലപ്പേരായി സൂക്ഷിച്ചവരുടെ നാടാണ് പാലക്കാട് വാണിയംകുളത്തെ മാനന്നൂർ ഗ്രാമം. മാനന്നൂർ തപാൽ ഓഫീസിന് കീഴിലുള്ള 5 വായനശാലകളും തലമുറകളായി കാത്തു സൂക്ഷിക്കുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാരാണ്. ഒറ്റപ്പാലത്ത് നിന്നോ വാണിയംകുളത്ത് നിന്നോ ബസ്സിലോ ഓട്ടോയിലോ കയറി വായനശാലയിലേക്ക് ടിക്കറ്റ് എടുത്താൽ യാത്രക്കാർ ചിലപ്പോൾ പെട്ടുപോകും. കാരണം ഈ ഗ്രാമത്തിൽ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള 5 വായനശാലകളുടെയും ബസ് സ്റ്റോപ്പിന്റെ പേര് വായനശാല എന്ന് തന്നെയാണ്. വെള്ളിയാട് ഉദയ ഗ്രാമീണ വായനശാല, മഹാത്മജി സ്മാരക വായനശാല, നിള വായനശാല, ഗ്രാമോദയ വായനശാല, വാമനൻ സ്മാരക യുവജന കലാസമിതി വായനശാല എന്നിവ ഇവിടെ അരനൂറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്നു. വൈക്കോൽ മേഞ്ഞും മണ്ണുകട്ട കൊണ്ട് ചുമരുണ്ടാക്കിയും യുവാക്കൾ വായനശാലകൾ തുടങ്ങിയ പഴയകാലം നാട്ടുകാർ ഇന്നും ഓർക്കുന്നുണ്ട്. 1948 സ്ഥാപിതമായ മാനന്നൂർ മഹാത്മജി സ്മാരക വായനശാലയിൽ ഇന്ന് 1000-ലധികം പുസ്തകങ്ങളുണ്ട്. 1973 രാഘവൻ എഴുത്തച്ഛൻ സൗജന്യമായി നൽകിയ പീഠിക മുറിയിലാണ് വെള്ളിയാട് വായനശാല ആരംഭിച്ചത്. 2018 പ്രളയത്തിൽ മുങ്ങിയതിന്റെ ഓർമ്മകൾ പേറുന്ന നിള വായനശാലയും 100-ലധികം പ്രവർത്തകരുള്ള ഗ്രാമോദയ സോഷ്യൽ ക്ലബ് വായനശാലയും 10,000-കണക്കിന് പുസ്തകങ്ങളുള്ള ത്രാങ്ങാലി വാമന സ്മാരക വായനശാലയും ഈ നാടിന്റെ അഭിമാനമാണ്. കാലം മാറിയാലും വായനശാലയുടെ പേരിൽ തങ്ങളുടെ നാട് അറിയപ്പെടുന്നതിൽ നാട്ടുകാർക്കേറെ സന്തോഷമുണ്ട്. വായനാ ദിനമായി ഇന്ന് മുതൽ വിപുലമായ വായനാ വാരാഘോഷ പരിപാടികളുമായി മുന്നോട്ടു പോകുകയാണ് ഈ വായനശാല ഗ്രാമം. മാനന്നൂർ പോസ്റ്റ് ഓഫീസിന് കീഴിൽ 5 വായനശാലകളാണുള്ളത്. അതിലൊന്നാണ് നമ്മുടെ മഹാത്മജി വായനശാല. ഇത് കുറേ കാലപ്പഴക്കങ്ങൾ ചെന്നൊരു വായനശാലയാണ്. ഇവിടെ ഇപ്പോഴും നമ്മുടെ ഇവിടെ ആളുകൾ വരാറുണ്ട്. അതേപോലെ തന്നെ കുട്ടികളുടേതായാലും സ്ത്രീകളുടെ ആയാലും എല്ലാവരും നല്ലൊരു സപ്പോർട്ടുള്ള ഒരു വായനശാലയാണിത്. ഇപ്പോഴും ഇങ്ങനെ ഒരു വായനശാല നമ്മുടെ നാട്ടിൽ നല്ലൊരു ആക്റ്റീവായി പോകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.